ഇന്നത്തെ സന്ദേശമായിട്ട് ഞാൻ എന്ത് പറയണമെന്ന് പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയ ഒരു ചിന്ത ഇതാണ്: വചന വായന അപ്പസ്തോല ദൗത്യമാണെന്നുള്ളതാണ്. നമ്മള് മർക്കോസിന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 13, 14, 15 വാക്യങ്ങളിൽ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വായിക്കുന്നു. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. ആ വാക്യം: പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇത് അപ്പസ്തോലന്മാരെ വിളിക്കുമ്പോൾ ഈശോ അല്ലെങ്കിൽ യേശുവിന്റെ ലക്ഷ്യം എന്ത് എന്ന് മർക്കോസ് സുവിശേഷൻ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭൂമി മലയാളത്തില് നമ്മള് ക്രിസ്ത്യാനികളൊക്കെ ഒട്ടേറെ പേരുണ്ട്, ഭക്തർ ഒരുപാട് പേരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, വളരെ നിഷ്ഠയോടുകൂടി വിശ്വാസ ജീവിതം നയിക്കുന്നവരുണ്ട്. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്നാ പറയും. ഒരു പരിധി വരെ നമ്മൾ ഈ വചന വായനക്കാരെ ദൈവം ഇഷ്ടപ്പെട്ട് വിളിച്ചതാണ്, അടുത്തേക്ക് വിളിച്ചതാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകണം എന്നാണ് ഒന്നാമത്തെ ചിന്ത. അപ്പൊ നമ്മളെ വിളിച്ചത് വേറെ എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളത് കൊണ്ടല്ല, ശ്രേഷ്ഠതയുള്ളത് കൊണ്ടല്ല, കഴിവുള്ളത് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് വിളിച്ചത് എന്ന് സാരം. അപ്പൊ അങ്ങനെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടാണ് വിളിച്ചിട്ടുള്ളത്, ദൈവത്തിന്റെ ഇഷ്ടമാണ് ഇത് എന്നും ആ ഇഷ്ടത്തിന് വിധേയരാണ് നമ്മളെന്നും ഉള്ളതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ വാക്യം ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഇഷ്ടപ്പെട്ടവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവര് ചെയ്ത കാര്യം അവന്റെ സമീപത്തേക്ക് ചെന്നു എന്നാ പറയും. അപ്പൊ യേശുവിന്റെ സമീപത്ത് ആയിരിക്കുക. വചനം മാംസമായവനാണ് ക്രിസ്തുവെങ്കിൽ ആ വചനത്തോടു കൂടി ആയിരിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് സമീപത്ത് ആയിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ടാണ് മർത്തായുടെയും മറിയത്തിന്റെയും സംഭവത്തില് യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് വചനം കേൾക്കുന്ന സഹോദരിയെ ഈശോ അഭിനന്ദിക്കുന്നു. അത് തന്നെയാണ് സമീപത്തായിരിക്കുക എന്നുള്ളത്. വചന വായനയിലൂടെ നമ്മള് ക്രിസ്തുവിന്റെ സമീപത്ത് ആയിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു ചിന്ത ഇതാണ്: തന്നോടുകൂടെ ആയിരിക്കുക, കൂടെ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മള് കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് ജീവിതം കൊണ്ട് ആയിരിക്കുമ്പോഴാണ് കൂടെ ആയിരിക്കുക. ഒരു നെല്ലിൻചാക്ക് മറ്റൊരു നെല്ലിൻചാക്കിന്റെ അടുത്തിരിക്കുമ്പോൾ അത് കൂടെയാണെന്ന് പറയില്ല. ഒന്നൊന്നിന്റെ മീതെയാണെന്നോ തെക്ക് വശത്താണെന്നോ വടക്കു വശത്താണെന്നോ ചേർന്നിരിക്കുകയാണെന്നോ ഒക്കെ പറയും. കൂടെ ആയിരിക്കുക എന്ന വാക്ക് അത് പങ്കുവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജീവിതത്തിന്റെ പങ്കുവയ്പ് നടക്കുമ്പോഴാണ് കൂടെ ആയിരിക്കുക എന്ന് പറയും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ പേര് മാറുക. അകലങ്ങളിൽ ഇരുന്ന് ഭരിച്ച പഴയ നിയമത്തിലെ ക്രിസ്തുവല്ല, ദൈവമല്ല, പുതിയ നിയമത്തിലെ ദൈവസങ്കല്പം. അത് നമ്മളുമായിട്ട് ജീവിതം വെച്ച ഒരു ദൈവമാണ്. അപ്പോ ജീവിതം പങ്കുവെക്കുമ്പോഴാണ് കൂടെ ആയിരിക്കുക എന്ന് പറയുക. നമ്മള് രാവും പകലും നമ്മുടെ ജീവിതം പങ്കുവെച്ചിട്ട് തന്നെയാണ് വചനവായന നടത്തുന്നത്. അപ്പൊ നമ്മള് ആ അർത്ഥത്തില് ദൈവത്തോട് കൂടിയായിരിക്കുക. ആ കൂടിയായിരിക്കുക എന്നുള്ള ഇതില് ഈ പങ്കുവയ്പ് നടക്കപ്പെടും. നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ അനിഷ്ടങ്ങളും ഒക്കെ ബലി കഴിച്ചിട്ടാണ് നമ്മൾ സത്യത്തില് ഈ വചനവായന നടത്തുക. അപ്പൊ തീർച്ചയായിട്ടും അത് ദൈവത്തോട് കൂടിയായിരിക്കൽ തന്നെയാണ് എന്ന് സാരം. നാലാമത്തെ കാര്യം പ്രസംഗിക്കാൻ അയക്കുക എന്നുള്ളത്. പ്രസംഗം എന്ന് പറയുന്നത് വായിലൂടെ പുറത്തേക്ക് വരുന്ന വചനത്തിന്റെ പേരാണ് പ്രസംഗം എന്ന് പറയുന്നത്. വായിലൂടെ പുറത്തു വരുന്ന വാക്കുകളുടെ ആകത്തുകയാണ് പ്രസംഗമെങ്കിൽ അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ വായിലൂടെ പുറത്തേക്ക് വരുന്നത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. അങ്ങനെയെങ്കിൽ ആ പ്രസംഗം ഏറ്റവും നല്ല പ്രസംഗം എന്ന് പറയുന്നത്
വചനത്തോട് ഏറ്റവും താതാത്മ്യപ്പെട്ടു പോകുന്ന പ്രഘോഷണമാണെങ്കിൽ അതിൻ്റെ അകത്ത് താതാത്മ്യത്തിന്റെ പ്രശ്നമില്ല. വചന വായനയിൽ വചനം മാത്രമാണ് വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വായിലൂടെ, വചന വായനയിലൂടെ നമ്മൾ പുറത്തേക്ക് വിടുന്നത് ഈ പ്രസംഗിക്കാൻ അയക്കപ്പെടുന്ന ദൗത്യം തന്നെയാണ് നിർവഹിക്കുന്നത് എന്ന് സാരം. അവസാനമായി പിശാചുക്കളെ പുറത്താക്കുക എന്നുള്ളത്. നമുക്കറിയാം, ക്രിസ്തു പിശാചിനെ നേരിട്ടത് വചനം കൊണ്ടാണ്. പിശാച് വചനം കൊണ്ടാണ് ക്രിസ്തുവിനെ നേരിട്ടത് എന്ന് വരികിലും ആ പിശാചിനെ നേരിട്ടത് ക്രിസ്തു വചനം കൊണ്ട് തന്നെയാണ്. അപ്പോ ഈ ലോകത്തില് ഈ തിന്മയെ ബന്ധിക്കാൻ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു, വളരെ ബോധ്യത്തോടു കൂടി തന്നെ പറയുകയാണ്, വചനം കൊണ്ടാണ് തിന്മയെ ബന്ധിക്കാനായിട്ട് പറ്റും. അപ്പൊ പിശാചുകൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ദൗത്യം വചനം കൊണ്ട് മാത്രമാണ് നടക്കുക എങ്കിൽ ഈ വചന വായനയിലൂടെ നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ഉള്ളിലെ നമ്മളോട് ബന്ധപ്പെട്ട് കഴിയുന്ന മനുഷ്യരുടെ, നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രദേശത്തിന്റെ, നാടിന്റെ, രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെ ഒക്കെ പിശാചുകളെ പുറത്താക്കാനായിട്ട് ഈ വചന വായനയിലൂടെ നടക്കും. ഈ ദൗത്യങ്ങള് അപ്പസ്തോലന്മാരെ ക്രിസ്തു ഏൽപ്പിച്ച അതേ ദൗത്യങ്ങൾ തന്നെയാണ് നേരിട്ടല്ലെങ്കിലും നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അവസരത്തില് ഈ വചന വായനയുടെ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ പൊരുള്, ഇതിന്റെ സന്ദേശം ഇതാണ്: വചന വായന അപ്പസ്തോല ദൗത്യമാണ്. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ അപ്പസ്തോല ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, അങ്ങ് അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ച ദൗത്യം നേരിട്ടല്ലെങ്കിലും ഞങ്ങളും ഈ വചന വായനയിലൂടെ നിർവഹിക്കുകയാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ അരൂപിയോട് ചേർന്നുകൊണ്ട്, അങ്ങയോടുകൂടി ആയിരുന്നുകൊണ്ടും കൂടെ ആയിരുന്നുകൊണ്ട്, അങ്ങേക്ക് ഇഷ്ടമുള്ളവരായി ജീവിച്ചുകൊണ്ട്, അങ്ങയുടെ വിളി ശ്രവിച്ചുകൊണ്ട് ഈ വചന വായനയുടെ പ്രസംഗ ദൗത്യവും പിശാചുക്കളുടെ ബഹിഷ്കരിക്കുന്ന ദൗത്യവും ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനുള്ള കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.